ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ACCA AA പേപ്പറിൽ സെക്ഷൻ എയിലോ അല്ലെങ്കിൽ സെക്ഷൻ ബിയിലോ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, ഓഡിറ്റ് ഒപ്പീനിയൻ ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഒന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ജാഗോ ലാൻഡ് റോവറിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്. നമുക്കറിയാം ഈ ഒരു കമ്പനി ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സബ്സിഡറിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പല സ്റ്റുഡൻസിനും ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് ഒപ്പീനിയൻ ഇതിന് രണ്ടിൻ്റെയും വ്യത്യാസം അറിയില്ല. എല്ലാ സ്റ്റുഡൻസും ഇത് രണ്ടും സെയിം ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഡിഫറൻസ് ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി പറയാം. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു സാധാരണ കേസിൽ വരുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് സാധാരണ കേസിൽ നമുക്ക് വരുന്നൊരു ഫോർമാറ്റാണ് ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 5 പാരഗ്രാഫ് ഉണ്ടാവും. അതിനകത്ത് 5 പാരഗ്രാഫ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ടാവും, ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ടാവും, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ഉണ്ടാവും, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് ഉണ്ടാവും, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഓഡിറ്റേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ്, 5 പാരഗ്രാഫാണ് ഒരു സാധാരണ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവാറുള്ളത്. സാധാരണ കേസിൽ ഓക്കെ അല്ലേ, സാധാരണ കേസിൽ ഓക്കെ അല്ലേ. ഇതാണ് സാധാരണ ഫോർമാറ്റ് എന്ന് പറയുന്നത് സാധാരണ കേസിൽ. ഓക്കെ അല്ലേ, ഇത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒരു ഡിഫോൾട്ട് ഫോർമാറ്റ് എന്ന് മനസ്സിലാക്കി വെച്ചത്, നോർമൽ ഫോർമാറ്റ് എന്നോ അല്ലെങ്കിൽ ഡിഫോൾട്ട് ഫോർമാറ്റ് എന്നോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിഫോൾട്ട് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ എന്തായിരിക്കും, എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കും എന്നറിയോ? ഞാൻ ഡിഫോൾട്ട് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ റിപ്പോർട്ട് വിൽ ബി അൺമോഡിഫൈഡ് റിപ്പോർട്ട്. ക്ലിയർ ആണല്ലോ. എൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും? അൺമോഡിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കും. കാരണം എന്താ, ഞാൻ ഡിഫോൾട്ട് ഫോർമാറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5 പാരഗ്രാഫേ ഉള്ളൂ. ഞാൻ എക്സ്ട്രാ പാരഗ്രാഫ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ. സപ്പോസ് ഞാൻ എക്സ്ട്രാ പാരഗ്രാഫ് ആഡ് ചെയ്യാണ്, അസ്യൂം ദാറ്റ് ഞാനൊരു എക്സ്ട്രാ പാരഗ്രാഫ് ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ റിപ്പോർട്ടിൽ എന്ത് ചെയ്തു? മോഡിഫിക്കേഷൻ സംഭവിച്ചില്ലേ? എൻ്റെ റിപ്പോർട്ടിൽ എന്ത് ചെയ്തു? 5 പാരഗ്രാഫെല്ലാം ഉണ്ടാവുന്നത് മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ റിപ്പോർട്ട് എന്തായിട്ട് മാറും? മൈ റിപ്പോർട്ട് വിൽ ബി എന്തായിട്ട് മാറും? ദാറ്റ് വിൽ ബി മോഡിഫൈഡ് റിപ്പോർട്ടായിട്ട് മാറുന്നു. ക്ലിയർ ആണോ? എൻ്റെ റിപ്പോർട്ട് എന്തായി? അവിടെ മോഡിഫൈഡ് റിപ്പോർട്ടായിട്ട് മാറി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിനൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിൽ 5 പാരഗ്രാഫാണ് ഉണ്ടാവുക. ഈ കാണിക്കുന്ന 5 പാരഗ്രാഫ് ഉണ്ടാവുക. ഈ 5 പാരഗ്രാഫേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താണ്? എൻ്റെ റിപ്പോർട്ട് അൺമോഡിഫൈഡ് ആണ്. കാരണം ആ റിപ്പോർട്ടിനകത്ത് ഒരു മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. ഞാൻ ഡിഫോൾട്ട് ഫോർമാറ്റ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ റിപ്പോർട്ടിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമില്ല, അൺമോഡിഫൈഡ് റിപ്പോർട്ടാണ്. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനൊരു എക്സ്ട്രാ പാരഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്ട് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ലെറ്റർ ഗോയിങ് കൺസേൺ പാരഗ്രാഫോ ഓക്കെ, അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ പാരഗ്രാഫോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പാരഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ പാരഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ പാരഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റിപ്പോർട്ടിനകത്ത് എന്ത് ചെയ്തു? മോഡിഫിക്കേഷൻ സംഭവിച്ചു. അപ്പോൾ എന്തായിരിക്കും എൻ്റെ റിപ്പോർട്ട്? മോഡിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കും. ഓക്കെ അല്ലേ. ക്ലിയർ. ഇതാണ് റിപ്പോർട്ടിൻ്റെ കേസ്. ഓക്കെ, ഇനി അതേ സമയത്ത് നമുക്കിനി ഒപ്പീനിയൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് ഒപ്പീനിയൻ. അസ്യൂം ദാറ്റ് FS ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് വിചാരിച്ചോ. എപ്പോഴാണ്? FS ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ വിൽ ബി എ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ശരിക്കും ശ്രദ്ധിച്ചോ, എൻ്റെ FS ട്രൂ ആൻഡ് ഫെയർ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ വിൽ ബി അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ അല്ലേ. ഇതാണ് നമ്മൾ സാധാരണ കേസിൽ കൊടുക്കുന്ന ഒപ്പീനിയൻ. അതേ സമയത്ത് അസ്യൂം ദാറ്റ് മൈ FS is not true and fair. FS is not true and fair. FS ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ മാറ്റണ്ടേ? എൻ്റെ ഒപ്പീനിയൻ മാറ്റണം. എൻ്റെ ഒപ്പീനിയനിൽ എന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു? എൻ്റെ ഒപ്പീനിയൻ വിൽ ബി അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിപ്പോർട്ട്
മോഡിഫൈഡ് ആണോ അൺമോഡിഫൈഡ് ആണോ തീരുമാനിക്കേണ്ടത്. സോറി ഒപ്പീനിയൻ. നമ്മുടെ ഒപ്പീനിയൻ അൺമോഡിഫൈഡ് ആണോ മോഡിഫൈഡ് ആണോ തീരുമാനിക്കേണ്ടത്. ഒപ്പീനിയൻ. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, അതേപോലെ റിപ്പോർട്ട് മനസ്സിലാക്കുക. നമ്മുടെ റിപ്പോർട്ട് എന്താണ്? നമ്മുടെ 5 പാരഗ്രാഫേ ഉള്ളൂ റിപ്പോർട്ടിൽ. അങ്ങനെയാണെങ്കിൽ അൺമോഡിഫൈഡ് റിപ്പോർട്ടാണ്. ഇഫ് ഞാൻ എക്സ്ട്രാ പാരഗ്രാഫ്, ഒരു 6ാമത്തെ പാരഗ്രാഫ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് എന്തായിരിക്കും? നമ്മുടെ റിപ്പോർട്ട് വിൽ ബി മോഡിഫൈഡ് റിപ്പോർട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കളെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരു റിയൽ റിപ്പോർട്ട് നോക്കാം. നമുക്കൊരു കമ്പനിയുടെ റിയൽ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കാം. ഇത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതൊന്ന് വായിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 5 പാരഗ്രാഫ് പറഞ്ഞല്ലേ, നമുക്ക് നോക്കാം. സോ ഈ റിപ്പോർട്ടിനകത്ത് നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫ് ഒപ്പീനിയൻ പാരഗ്രാഫാണ്, 2ാമത്തെ പാരഗ്രാഫ് ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫാണ്, 3rd പാരഗ്രാഫ് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫാണ്, ആൻഡ് 4th പാരഗ്രാഫ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്, ആൻഡ് 5th പാരഗ്രാഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഓഡിറ്റേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ഓഡിറ്റേഴ്സിൻ്റെ നമ്മുടെ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറുടെ സിഗ്നേച്ചർ ആണുള്ളത്. അപ്പോൾ ബേസിക്കലി ഇവിടെ 5 പാരഗ്രാഫല്ലേ ഉള്ളൂ, 5 പാരഗ്രാഫേ ഉള്ളൂ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് ആയിരിക്കും എന്ത്? ഈ റിപ്പോർട്ട് നമുക്ക് എന്ത് പറയാം? അൺമോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ, അൺമോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് അബൌട്ട് ദി ഒപ്പീനിയൻ. ഒപ്പീനിയൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് ഒപ്പീനിയൻ പാരഗ്രാഫ്. അപ്പോൾ ഒപ്പീനിയൻ പറയുന്നത് എന്താണ്? FS ഗിവ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നാണ് പറയുന്നത്. FS ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ FS ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ അൺമോഡിഫൈഡ്. ക്ലിയർ ആണല്ലോ, നമ്മുടെ ഒപ്പീനിയൻ എന്തായിരിക്കും? അൺമോഡിഫൈഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ FS ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയുകയാണെങ്കിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. സപ്പോസ് FS ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് മോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം എപ്പോഴാണ് ഒരു കമ്പനിയുടെ FS ട്രൂ ആൻഡ് ഫെയർ ആവാൻ നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. FS എപ്പോഴാണ് ട്രൂ ആൻഡ് ഫെയർ ആവാം? എപ്പോഴാണ്? നിങ്ങൾ പറയുന്നുണ്ടാവും, മനസ്സിൽ പറയുന്നുണ്ടാവും മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, അല്ലേ? നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയുന്നുണ്ടാവും മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ FS ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അത് ശരിയാണോ? മനസ്സിലാക്കാം, മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? മെറ്റീരിയൽ ഉണ്ട്, ദെൻ സെക്കൻഡ് വൺ ഇസ് ഇമ്മെറ്റീരിയൽ ഉണ്ട്. ക്ലിയർ ആണല്ലോ, മെറ്റീരിയൽ ഉണ്ട്, ഇമ്മെറ്റീരിയൽ ഉണ്ട്. ഇത് രണ്ടിനെയും നമ്മൾ എന്താ പറയാ? മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ FSനകത്ത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, അസ്യൂം ദാറ്റ് FSനകത്ത് നമ്മൾ പറയാണ് നോ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ്, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ FS എന്താവുള്ളൂ? ട്രൂ ആൻഡ് ഫെയർ ആവുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ലെറ്റ് മീ ക്ലാരിഫൈ. ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അസ്യൂം ദാറ്റ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇത് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലയൻറ്റാണ്. ഒന്നാമത്തെ ക്ലയൻറ്റ് കേസിൽ എന്താണ്? മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. പക്ഷെ എന്തുണ്ട്? ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇമ്മെറ്റീരിയൽ ആണ്. സോ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല, ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ FS? എന്തായിരിക്കും? FS വിൽ ബി, നമ്മുടെ FS വിൽ ബി, FS ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കോ? FS ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കോ? യെസ്, FS എന്തായിരിക്കും? ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും. ദാറ്റ് മീൻസ് FS ട്രൂ ആൻഡ് ഫെയർ ആവണമെങ്കിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലാതിരുന്നാൽ മതി. ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അതുകൊണ്ട് എന്താണ്? FS ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും, ഒപ്പീനിയൻ വിൽ ബി അൺമോഡിഫൈഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലയൻറ്റ് നോക്ക്. രണ്ടാമത്തെ ക്ലയൻറ്റിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സും ഇല്ല, ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സും ഇല്ല. എന്നാലും എന്ത് സംഭവിക്കുന്നില്ല? നമ്മുടെ ഡിസിഷൻസിൽ മാറ്റം വരുത്തുന്നില്ല. ദാറ്റ് മീൻസ് FS ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും, ഒപ്പീനിയൻ വിൽ ബി അൺമോഡിഫൈഡ്. ക്ലിയർ ആണോ? ഇനി തേർഡ് ക്ലയൻറ്റ് നോക്കാം. മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഓക്കെ,
പക്ഷെ എന്തില്ല, ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. അങ്ങനെയാണ് എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആവോ? ഇല്ല. ആൻഡ് മൈ ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഫോർത്ത് ക്ലൈൻറ്റ് ഇസ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷെ എന്തില്ല, പക്ഷെ എന്തുണ്ട്, ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്നാലും എന്ത് ചെയ്യില്ല, എൻ്റെ ഒപ്പീനിയനിൽ മാറ്റം ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ഇമ്മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഒപ്പീനിയനിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒപ്പീനിയനിൽ മാറ്റം വരണമെങ്കിൽ എന്ത് വേണം, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് വരണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും എൻ്റെ ഒപ്പീനിയന് മാറ്റം വരില്ല. ക്ലിയർ? മേക്ക് സെൻസ്? ഇത് മനസ്സിലാക്കുക. ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഒപ്പീനിയനിൽ ഒരു മാറ്റം വരില്ല. ഓക്കെ, ഇതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒപ്പീനിയൻ പാരഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കിവിടെ വരുന്ന ഒപ്പീനിയൻ പാരഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് ആർ ദ ഒപ്പീനിയൻ പാരഗ്രാഫ്സ്? So listen guys, ശ്രദ്ധിക്കുക, നമ്മുടെ എഫ് എസ് ഫസ്റ്റ് കേസ് നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് നോക്കാം. ഇത് നമ്മൾ ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയും. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുന്നത് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ എഫ് എസ് എന്തായിരിക്കും, ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും. എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, എഫ് എസിനകത്ത് എന്തില്ല, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൻ്റെ റിപ്പോർട്ടും ഒപ്പീനിയൻ എന്തായിരിക്കും, അൺമോഡിഫൈഡ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ടൈപ്പ് 1 എന്ന് പറയും. ക്ലിയർ? നമ്മുടെ ജാഗോർ ലാൻഡ് റോവറിൻ്റെ കേസിൽ ഒപ്പീനിയനും റിപ്പോർട്ടും അൺമോഡിഫൈഡ് ആണ്. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ടൈപ്പിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. സെക്കൻഡ് ടൈപ്പ് ആണെങ്കിൽ മൈ റിപ്പോർട്ട് വിൽ ബി മോഡിഫൈഡ് റിപ്പോർട്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും, എപ്പോഴും മോഡിഫൈഡ് ആയിരിക്കും. എപ്പോഴും മോഡിഫൈഡ് റിപ്പോർട്ട് വരിക, ഞാൻ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ പാരഗ്രാഫ് അല്ലേ, ഒരു 6ാമത്തെ പാരഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ റിപ്പോർട്ടിൽ ആഡ് ചെയ്യും. 6ാമത്തെ പാരഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ റിപ്പോർട്ടിൽ ആഡ് ചെയ്യും. അപ്പോൾ എൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും, മോഡിഫൈഡ് ആയിരിക്കും. അപ്പോൾ മോഡിഫൈഡ് റിപ്പോർട്ടിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 കേസസ് ഉണ്ട്. ഓക്കെ, 3 കേസസ് ഉണ്ട്. അപ്പോൾ ഈ 3 കേസിലും മനസ്സിലാക്കുക, എൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും, മോഡിഫൈഡ് ആയിരിക്കും. ഒപ്പീനിയൻ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 കേസ് പറയുന്നുണ്ട്. ഈ 3 കേസിലും എൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും, മോഡിഫൈഡ് ആയിരിക്കും. ഒപ്പീനിയൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ കേസസ്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എൻ്റെ എഫ് എസ് എന്താണ്, ട്രൂ ആൻഡ് ഫെയർ അല്ല. കേസ് 1 ഇസ് എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ അല്ല. എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ അല്ല. എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ്. ക്ലിയർ ആണല്ലോ? ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ്. ക്ലിയർ ആണല്ലോ? ആൻഡ് നമുക്കിനി ഒപ്പീനിയൻ പാരഗ്രാഫ് നോക്കാം. ഒപ്പീനിയൻ പാരഗ്രാഫ് 2 ഉണ്ട്. ക്വാളിഫൈഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ട്, അതുപോലെ അഡ്വേഴ്സ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ട്. എപ്പോഴാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കുക, നമ്മുടെ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, നോട്ട് പെർവാസീവ് ആവണം. ഓക്കെ, അതുപോലെ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കപ്പോഴാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെയും മെറ്റീരിയൽ ആയിരിക്കണം, പക്ഷെ എന്തായിരിക്കണം, ദ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പെർവാസീവ്. ആൻഡ് മനസ്സിലാക്കുക, അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് ഒരു ഓഡിറ്റർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ഒപ്പീനിയൻ. ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ഒപ്പീനിയൻ ആണിത്, അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മെറ്റീരിയാലിറ്റി നമുക്ക് അറിയുന്നുണ്ടാവും. മെറ്റീരിയാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ബെഞ്ച് മാർക്ക് ഉണ്ട്, അത് വെച്ച് മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കാം. പക്ഷേ എങ്ങനെ പെർവാസീവ്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം.
നമുക്കറിയാം ഇങ്ങനെ നമ്മൾ മെറ്റീരിയാലിറ്റി കാണാം അല്ലേ. റവന്യൂയുടെ മുകളിലുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇഫ് ദ മിസ്റ്റേറ്റ്മെൻറ്റ് പെർസെൻറ്റേജ് ഇസ് അബവ് 0.5% മെറ്റീരിയൽ ആവും. അതേസമയത്ത് PBT ആണെങ്കിൽ ഇത്രയും ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ PBTയുടെ മുകളിൽ കണ്ടുപിടിക്കാം. അപ്പോൾ PBTയുടെ മുകളിലാണെങ്കിൽ ഇഫ് ദ മിസ്റ്റേറ്റ്മെൻറ്റ്സ് അബവ് 5% എന്തായിരിക്കും, മെറ്റീരിയൽ ആയിരിക്കും. ദെൻ SOFP ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1% ആണ് നമ്മുടെ ലിമിറ്റ്. ഇങ്ങനെയാണ് മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. അസ്യൂം ദാറ്റ് ഈ പെർവാസീവ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, നമ്മുടെ മെറ്റീരിയാലിറ്റി സിഗ്നിഫിക്കൻ്റ് ആകുമ്പോഴാണ് എന്താവാം, പെർവാസീവ് ആവാം. സോ നമുക്കൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. അസ്യൂം ദാറ്റ് നമ്മുടെ മിസ്റ്റേറ്റ്മെൻറ്റ് 0.5 to 5% ഇടക്കാന്ന് വിചാരിച്ചോ. റവന്യൂൻ്റെ മുകളിലുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് 0.5 to 5% ഇടക്കാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ജസ്റ്റ് മെറ്റീരിയൽ ആണ്, പെർവാസീവ് അല്ല. പക്ഷേ നമ്മൾ മെറ്റീരിയാലിറ്റി നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് അബവ് 5%, അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ മിസ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ ആണ്, പെർവാസീവ് ആണ്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അതേസമയത്ത് PBTയുടെ മുകളിലാണെങ്കിൽ റേഞ്ച് എത്രയാണ്, 5 to 20%. ഇഫ് ഇറ്റ് ഇസ് അബവ് 20% എന്താണ്, മെറ്റീരിയൽ ആണ്, പെർവാസീവ് ആണ്. ഓക്കെ. അതേസമയത്ത് ടോട്ടൽ അസറ്റ്സിന് മുകളിലാണെങ്കിൽ 1 to 5%. ഇഫ് ഇറ്റ് ഇസ് അബവ് 5% എന്താണ്, അഗെയിൻ മെറ്റീരിയൽ ആണ്, പെർവാസീവ് ആണ്. ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ. സോ ഫസ്റ്റ് കേസ് ഓക്കെ അല്ലേ. FS ട്രൂ ആൻഡ് ഫെയർ അല്ല, അതുകൊണ്ട് ഒപ്പീനിയൻ മോഡിഫൈഡ് ആണ്. ആൻഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് രണ്ടെണ്ണുള്ളത് ക്വാളിഫൈഡ് ഉണ്ട്, അഡ്വേഴ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ്റെ എക്സാമ്പിളാണ് ഇത്. JSW സ്റ്റീൽസ് ഒരു ഇന്ത്യയിലെ ഡൊമിനൻറ്റ് സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഒപ്പീനിയൻ കണ്ടോ, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒപ്പീനിയനിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത് നോക്കടാ, ഒപ്പീനിയൻ പാരഗ്രാഫിൽ പറയുന്നുണ്ടോ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഒപ്പീനിയൻ പാരഗ്രാഫേ മാറി, ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഡിഫോൾട്ട് ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ എന്ത് ചെയ്തു, ഫോർമാറ്റിൽ മാറ്റം വന്നില്ലേ. ഇവിടെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് എന്തായി, ഒബ്വിയസ്ലി മോഡിഫൈഡ് ആയി. ഓക്കെ അല്ലേ. ആൻഡ് ഇവിടെ ഒപ്പീനിയൻ നോക്കിയേ, അവർ പറയുന്നുണ്ട് കണ്ടോ, അവർ പറയുന്നു ഓക്കെ, എക്സെപ്റ്റ് ഫോർ ദ പോസിബിൾ എഫക്ട്സ് ഓൺ ദ മെറ്റീരിയൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ബേസ് ഓഫ് ഒരു ബേസിക്കലി ഇവിടെ ഒരു മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവർ പറയുന്നു എക്സെപ്റ്റ് ഫോർ ദാറ്റ് മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ FS എന്താണ്, ട്രൂ ആൻഡ് ഫെയർ ആണെന്നാണ് പറയുന്നത് ഇവിടെ. ക്ലിയർ ആണല്ലോ. അവർ പറയുന്നു ഏതോ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ മിസ്റ്റേറ്റ്മെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ FS ട്രൂ ആൻഡ് ഫെയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പീനിയനിൽ മാറ്റം വന്നില്ലേ. നമ്മളെ സാധാരണ ഒപ്പീനിയൻ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ FS ട്രൂ ആൻഡ് ഫെയർ ആണോ അല്ലയോ എന്ന് പറയുന്നല്ലേ ഇവിടെ അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞ എന്താണ്, FS ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, എക്സെപ്റ്റ് ഫോർ ദ പോസിബിൾ മിസ്റ്റേറ്റ്മെൻറ്റ്, ആ മിസ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ FS ട്രൂ ആൻഡ് ഫെയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൻ്റെ നമ്മുടെ ഒപ്പീനിയൻ്റെ വേർഡിങ്സ് മാറിയല്ലോ, ഒപ്പീനിയനിൽ നമ്മൾ പറയുന്ന വേർഡിങ്സ് മാറിയല്ലോ. അപ്പോൾ എന്തായി, ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ്. ക്ലിയർ ആണല്ലോ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ. നമ്മൾ റിപ്പോർട്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കില്ല. AA എക്സാംസിന് റിപ്പോർട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കില്ല. ജസ്റ്റ് പാരഗ്രാഫ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൻ്റെ ഓർഡർ മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ കേസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. എന്താണ്, ഓഡിറ്റർ ഈസ് അണേബിൾ ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഫോർ എ മെറ്റീരിയൽ ട്രാൻസാക്ഷൻ. സോ മനസ്സിലാക്കുക, ഒരു മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ആണ്, അതിൻ്റെ എവിഡൻസ് എന്ത് ചെയ്യുന്നില്ല, ഓഡിറ്റ് എവിഡൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓഡിറ്റർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ. ഒരു മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ആണ്, പക്ഷേ അതിനെ പറ്റിയുള്ള എവിഡൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓഡിറ്റർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കളക്ട് ചെയ്യാൻ പറ്റാത്തത്? മേ ബി മാനേജ്മെൻറ്റ് നമുക്ക് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ എവിഡൻസ് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. മേ ബി ഡിസ്ട്രോയിഡ്, എന്തെങ്കിലും ഫയറോ ഫ്ലഡോ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് റെക്കോർഡ്സേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഈ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ സംഹൗ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എവിഡൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെയും എന്തായിരിക്കും, നമ്മുടെ ഒപ്പീനിയൻ എന്തായിരിക്കും, മോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇവിടെ ഒപ്പീനിയൻ മോഡിഫൈഡ് ആയിരിക്കും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, FS ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എവിഡൻസ് കിട്ടിയില്ലല്ലോ.
എവിഡൻസ് കിട്ടാത്തത് കൊണ്ട് FS ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് മോഡിഫൈഡ് ഒപ്പീനിയൻ വരുന്നത്. ആൻഡ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് വിൽ ബി എന്തായിരിക്കും? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഓക്കെ, രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കണ്ടീഷൻ സെയിം തന്നെ, മെറ്റീരിയൽ നോട്ട് പെർവാസീവ് ആണ്. ആ സമയത്ത് ഇവിടെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, സോ ജസ്റ്റ് കമ്പയർ ചെയ്യുക. നമ്മളിവിടെ ഫസ്റ്റ് കേസിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നതിന് പകരം സെക്കൻഡ് കേസിൽ എന്തായിരിക്കും? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന പേര്. അത്രയേ മാറുന്നുള്ളൂ. ബാക്കി കണ്ടീഷൻ സെയിം തന്നെ. ഇവിടെയും മെറ്റീരിയൽ ബട്ട് പെർവാസീവ് ആണ്, ഇവിടെയും മെറ്റീരിയൽ ബട്ട് പെർവാസീവ് ആണ്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കുക, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ രണ്ടിലുണ്ട്. ആൻഡ് ഇവിടെ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ലാസ്റ്റ് കേസാണ്. ശരിക്കും മനസ്സിലായിക്കോ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. FS എന്താണ് ഇവിടെ? FS ഇസ് ട്രൂ ആൻഡ് ഫെയർ. ശരിക്കും മനസ്സിലായിക്കോ. ഇവിടെ എന്താണ്? FS ട്രൂ ആൻഡ് ഫെയർ ആണ്. ഒരു കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ. ഓക്കെ, ശ്രദ്ധിച്ചോ. FS ട്രൂ ആൻഡ് ഫെയർ ആണ്. പക്ഷേ ഓഡിറ്റർ വിചാരിക്കുകയാണ് ആ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ പാരഗ്രാഫ് മെൻഷൻ ചെയ്യാണ്. ആ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ പാരഗ്രാഫ് മെൻഷൻ ചെയ്യാണ്. എവിടെ അഡീഷണൽ പാരഗ്രാഫ് മെൻഷൻ ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ പാരഗ്രാഫ് മെൻഷൻ ചെയ്യുന്നത്. ആരാ മെൻഷൻ ചെയ്യുന്നത്? ഓഡിറ്റർ മെൻഷൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അഡീഷണൽ പാരഗ്രാഫ് കൊടുക്കുന്നത്? യൂസേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇതേപോലെ പഠിച്ചു നോക്കുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? FS ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. ദാറ്റ് മീൻസ് FSനകത്ത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് എന്താണ് സംഭവിക്കുന്നത്? ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് അഡീഷണൽ പാരഗ്രാഫ് കൊടുക്കുകയാണ്. എന്തിനെ പറ്റിയിട്ട്? ചില ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ചില മാറ്റേഴ്സിനെ പറ്റിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസേഴ്സിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഈ പാരഗ്രാഫ് ആരാ കൊടുക്കുന്നത്? ഓഡിറ്ററാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്ട്രാ പാരഗ്രാഫ് കൊടുക്കുന്നുണ്ടല്ലോ. എക്സ്ട്രാ പാരഗ്രാഫ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം റിപ്പോർട്ട് എന്തായിരിക്കും? മോഡിഫൈഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ വാട്ട് അബൌട്ട് ദ ഒപ്പീനിയൻ? ഒപ്പീനിയൻ എന്തായിരിക്കും? അൺമോഡിഫൈഡ് ആയിരിക്കും. വൈ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ? ബിക്കോസ് FS is still ട്രൂ ആൻഡ് ഫെയർ. ശരിയല്ലേ? FS എന്താണ്? ട്രൂ ആൻഡ് ഫെയർ അല്ലേ? FS ട്രൂ ആൻഡ് ഫെയർ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഒപ്പീനിയൻ വിൽ ബി അൺമോഡിഫൈഡ്. ഇപ്പോൾ ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് നമുക്കിനി ഇവിടുത്തെ ഒപ്പീനിയൻ പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യാം. ഒപ്പീനിയൻ പാരഗ്രാഫ് നമുക്കിവിടെ 3 ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഒപ്പീനിയൻ പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിനകത്ത് ഒരു കാര്യം വേണം. എന്താ മൈൻഡിനകത്ത് കാര്യം ഉണ്ടാവേണ്ടത്? നമ്മുടെ FS എന്താണ്? ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? മറക്കരുത്. FS എന്താണ്? ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഒപ്പീനിയൻ പാരഗ്രാഫ് നോക്കാം. ഫസ്റ്റ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഈസ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ആണ്. എപ്പോഴാണ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കുക? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് 4 സിറ്റുവേഷൻസിൽ കൊടുക്കുക. ഒന്നെന്തായിരിക്കും? വെൻ ദർ ഇസ് അൺസർട്ടനിറ്റി ഇൻ സം ട്രാൻസാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോർട്ട് കേസ് സംഭവിക്കുകയാണ്. അപ്പോൾ കോർട്ട് കേസിൽ നിന്നുണ്ടാവും നമ്മൾ പ്രൊവിഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബേസിക്കലി ആ കേസിൽ തോൽക്കോ ജയിക്കോ എന്നുള്ള കാര്യം വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ കേസിൽ തോൽക്കോ ജയിക്കോ എന്നുള്ള കാര്യം എന്താണ്? വിച്ച് ഇസ് അൺസർട്ടൻ അല്ലേ? കേസിൽ തോൽക്കോ ജയിക്കോ എന്നുള്ള കാര്യം അൺസർട്ടൻ ആണ്. അപ്പോൾ അങ്ങനത്തെ അൺസർട്ടനിറ്റി നമ്മുടെ ട്രാൻസാക്ഷൻസിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ദെൻ ഏർലി അഡോപ്ഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അസ്യൂം ദാറ്റ് അടുത്ത വർഷം മുതൽ ഒരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു? അത് അടുത്ത വർഷം മുതലാണ് കമ്പനി ഫോളോ ചെയ്യേണ്ടത്. അസ്യൂം ദാറ്റ് കമ്പനി എന്ത് ചെയ്തു? ഈ വർഷം മുതൽ എന്ത് ചെയ്തു? കമ്പനി ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഏർലി എന്ത് ചെയ്യാണ്? FSനകത്ത് അഡോപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? നമ്മൾ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിലാണ് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? ദെൻ ഇഫ് ദർ ഇസ് എ മേജർ ഇവൻറ്റ്സ്, ഫയർ, ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ എന്താണ്? മേജർ സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ്, ഇതൊക്കെ എവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിലാണ് ഓഡിറ്റർ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ എന്ത് ചെയ്യാറില്ല? ഇമ്മെറ്റീരിയൽ ഐറ്റംസ് ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്, ഇമ്മെറ്റീരിയൽ ഐറ്റംസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് എന്തായിരിക്കണം?
ഏതെങ്കിലും ഐറ്റംസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഐറ്റംസ് കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് എഫ്എസിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒപ്പീനിയൻ എന്തായിരിക്കും? മോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. എന്താ പറയുന്നത്? അസ്യൂം ദാറ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല, മാനേജ്മെൻറ്റ് എഫ് എസിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഡിസ്ക്ലോഷേഴ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കണം? നമ്മുടെ ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് ഈ കേസിൽ വരില്ല എന്നാണ് പറയുന്നത്. ഈ കേസിൽ എങ്ങനെയാണ്? അൺമോഡിഫൈഡ് ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ മെയിൻ അസംഷൻ എന്താടാ? എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആവണം എന്നല്ലേ അല്ലേ? പക്ഷേ ഇവിടെ ഈ പറയുന്ന കേസിൽ എങ്ങനെയാണ്? ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല? എഫ് എസിൽ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ല. ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആയതുകൊണ്ട് ഈ സിറ്റുവേഷൻ വരുമോ? ഈ സിറ്റുവേഷൻ വരുമോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ ആണല്ലോ? ദെൻ അതേപോലെ വേറൊരു കാര്യം കൂടെ, നമ്മൾ ഈ ഇഷ്യൂസ് നമ്മളിപ്പോൾ പറഞ്ഞ എംഫസിസ് ഓഫ് മാറ്റേഴ്സിൽ പറഞ്ഞ 4 ഇഷ്യൂസ് ഉണ്ടല്ലോ, 4 കാര്യങ്ങളുണ്ടല്ലോ. ഇത് അസ്യൂം ദാറ്റ് കീ ഓഡിറ്റ് മാറ്ററിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? കീ ഓഡിറ്റ് മാറ്ററിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ പറയേണ്ട ആവശ്യമില്ല? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ സബ്സിക്വന്റ് ഇവൻറ്റ്സ് ഉണ്ട്. ഈ സബ്സിക്വന്റ് ഇവൻറ്റ്സിനെ പറ്റിയിട്ട് കീ ഓഡിറ്റ് മാറ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡിറ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒപ്പീനിയൻ പാരഗ്രാഫ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒപ്പീനിയൻ പാരഗ്രാഫാണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ഗോയിങ് കൺസേൺ. മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ഗോയിങ് കൺസേൺ എപ്പോഴാണ് നമ്മളിത് കൊടുക്കേണ്ടത്? ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, വീണ്ടും മനസ്സിലാക്കുക, എഫ് എസ് എന്താണ്? ട്രൂ ആൻഡ് ഫെയർ ആണ്. ഇവിടെ എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആണ്. അപ്പോൾ എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആണ്. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, കമ്പനിക്ക് എന്തുണ്ട്? ഒരു ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉണ്ട്. കമ്പനിക്ക് എന്തുണ്ട്? ഒരു ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ഇവിടെ എന്തില്ല? മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. ദാറ്റ് മീൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോഴല്ലേ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സ് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലേ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുക. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാ? കമ്പനിക്ക് ഒരു ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സ്, രണ്ടാമത്തെ കണ്ടീഷനാണ്, ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞ പാരഗ്രാഫിൽ എന്ത് ചെയ്യണം? ഓഡിറ്റർ മെൻഷൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ എന്താണ്? ഡയറക്ടേഴ്സ് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് ഗോയിങ് കൺസേൺ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ രണ്ടാമത്തെ പാരഗ്രാഫ് കൊടുക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനൊരു വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ വോഡോഫോൺ ഉണ്ടല്ലോ, VI ഉണ്ടല്ലോ. സോ VIയുടെ കേസിൽ 2023 എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവരെന്താണ്? ദർ ഇസ് എ മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ഗോയിങ് കൺസേൺ ഉണ്ട്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്തു? ഓഡിറ്റർ പറഞ്ഞു എന്ത്? ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യാണ്. കണ്ടോ? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ പറഞ്ഞു കമ്പനിക്കുള്ള ഗോയിങ് കൺസേൺ ഇഷ്യൂസ്. ഇത് വോഡോഫോണിൻ്റെ ഒരു ആനുവൽ റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഇതൊന്നും ജസ്റ്റ് എന്തല്ല, ഒരു തിയററ്റിക്കൽ കാര്യമല്ല. കമ്പനിയിൽ പക്ക നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൽ നമ്മൾ പക്ക അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് റിപ്പോർട്ട് ഒപ്പീനിയൻ നോക്കിയേ. ഒപ്പീനിയൻ നമ്മൾ പറയുന്നുണ്ട് എഫ് എസ് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയുന്നുണ്ട്. കണ്ടോ? കാരണം എന്താ? എഫ് എസിനകത്ത് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉള്ളത് യൂസേഴ്സിനെ അറിയിക്കണം. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്ട്രാ പാരഗ്രാഫിൽ എന്ത് ചെയ്യുന്നു? ഇത് പറയുന്നു. പക്ഷേ എഫ് എസിൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. എഫ് എസിനകത്ത് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. ഓക്കെ അല്ലേ? ഇനി തേർഡ് കേസാണ് അതർ മാറ്റർ പാരഗ്രാഫ്. അതർ മാറ്റർ പാരഗ്രാഫ് നോക്കിയാൽ നമ്മൾ 5 സിറ്റുവേഷൻസിൽ കൊടുക്കുക. ഫസ്റ്റ് വൺ ഇസ് റെസ്ട്രിക്റ്റഡ് യൂസേഴ്സ്. നമ്മൾ യൂസേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് നമ്മുടെ മെയിൻ യൂസർ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ മെയിൻ യൂസേഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പറയുകയാണ്. എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്യില്ല? ഓഡിറ്റ് റിപ്പോർട്ട് അപ്ലിക്കബിൾ ആവണമെന്നില്ല. നമ്മുടെ മെയിൻ യൂസർ ആരാണ്? ഷെയർ ഹോൾഡറാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അതർ മാറ്റർ പാരഗ്രാഫാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണല്ലോ. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫാണെന്ത്, നമുക്ക് ഓഡിറ്റേഴ്സിൻ്റെ എന്തെങ്കിലും അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതർ മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യാം. ഓക്കെ. തേർഡ് വൺ, നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഓഡിറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കാം. ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓഡിറ്റ് എൻഗേജ്മെന്റ് റിസൈൻ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം, അതർ മാറ്റർ പാരഗ്രാഫിൽ പറയാം. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ ഇസ് അസ്യൂം ദാറ്റ് നമ്മുടെ കമ്പനിയുടെ എഫേർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? IFRSലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളാണ് ഈ 2 എഫേഴ്സും ഓഡിറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. നമ്മളാണ് ഈ 2 എഫേഴ്സും ഓഡിറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ അതർ മാറ്റർ പാരഗ്രാഫിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ക്ലിയർ? ആൻഡ് ഫൈനലി എന്താണ്, പ്രയർ ഇയർ എഫേഴ്സ് നമ്മളല്ല ഓഡിറ്റ് ചെയ്തത്, വേറൊരു ഫേമാണ് ഓഡിറ്റ് ചെയ്തതെന്ന് വിചാരിച്ചോ. കഴിഞ്ഞ വർഷത്തെ എഫേഴ്സ് നമ്മളല്ല ഓഡിറ്റ് ചെയ്തത്, വേറൊരു ഫേമാണ് ഓഡിറ്റ് ചെയ്തത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ അതർ മാറ്റർ പാരഗ്രാഫിൽ പറയണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് പഠിക്കാനുള്ളത്. സിമ്പിളാണ്. ജസ്റ്റ് എഴുതി വെക്കുക, ക്ലിയർ ആയിട്ട് ഇതുപോലെ എഴുതി വെക്കുക. ഈ ലെക്ചേഴ്സ് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതുപോലെ എഴുതി വെക്കുക. ഡൗട്ടുള്ളപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, 2-3 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ പറയുന്നത് ചില എക്സാംസിന് സെക്ഷൻ ബിയിലാണ് കൂടുതൽ, സെക്ഷൻ ബിയിൽ അത് ചോദിക്കാറുള്ളത്. പക്ഷെ ചില എക്സാംസിന് എന്ത് ചെയ്യും, സെക്ഷൻ ബിയിൽ ഇത് ചോദിക്കാറില്ല, സെക്ഷൻ എയിലാണ് ചോദിക്കാറുള്ളത്. ഓക്കെ. ആ എക്സാംസ് ചിലപ്പോൾ ചില എക്സാംസ് ഞാൻ പറഞ്ഞല്ലോ സെക്ഷൻ ബിയിൽ ഇത് ചോദിക്കില്ല, അതിൻ്റെ പകരം കീ ഓഡിറ്റ് മാറ്ററാണ് ചോദിക്കുക. അപ്പോൾ കീ ഓഡിറ്റ് മാറ്റർ സെക്ഷൻ ബിയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ അവിടെ ചോദിക്കും, സെക്ഷൻ എയിലാണ് ചോദിക്കുക. അങ്ങനെയും എക്സാംസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് സെക്ഷൻ ബിയിൽ ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ സെക്ഷൻ എയിലോ അല്ലെങ്കിൽ സെക്ഷൻ ബിയിലോ ചോദിക്കാം. എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും ഇത് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ കൊടുക്കുക, മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ആൻഡ് 3 കേസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 കേസിലും റിപ്പോർട്ട് എന്തായിരിക്കും, മോഡിഫൈഡ് ആണ്. ശരിക്കും പഠിച്ചു വെച്ചോ, റിപ്പോർട്ട് എന്തായിരിക്കും, മോഡിഫൈഡ് ആണ്. കാരണം റിപ്പോർട്ടിനകത്ത് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അതുകൊണ്ടാണ്. 5 പാരഗ്രാഫല്ല ഉണ്ടാവുക, പാരഗ്രാഫിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അതുകൊണ്ട് എന്താണത്, മോഡിഫൈഡ് റിപ്പോർട്ട് വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ? ആൻഡ് നമ്മൾ ഫസ്റ്റ് 2 കേസ് ഉണ്ടല്ലോ, എഫേഴ്സ് ട്രൂ ആൻഡ് ഫെയർ അല്ല, അതുപോലെ ഓഡിറ്റർ ഈസ് അൺഎബിൾ ടു ഒബ്റ്റെയിൻ എവിഡൻസ് റിഗാർഡിംഗ് മെറ്റീരിയൽ ട്രാൻസാക്ഷൻസ് ആവണേ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ്. അതേസമയത്ത് മൂന്നാമത്തെ കേസിൽ എങ്ങനെയാണ്, എഫേഴ്സ് ട്രൂ ആൻഡ് ഫെയർ ആണ്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ദ ഒപ്പീനിയൻ വിൽ ബി അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതൊന്ന് എഴുതി വെക്കുക, ഇതൊന്ന് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാണ്, ഈ ഗോയിങ് കൺസേണിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുപോലെ. എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗോയിങ് കൺസേണിനെ പറ്റിയിട്ടുള്ള ഇഷ്യൂസ് പറയും, എന്നിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ ഡിസ്ക്ലോഷേഴ്സ് മനസ്സിലാക്കണം. നമ്മുടെ ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടല്ലോ, ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് മനസ്സിലാക്കണേ. ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് എന്താണ്, ഇൻകറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് ഇൻകറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, അസ്യൂം ദാറ്റ് കമ്പനി ഗോയിങ് കൺസേൺ അല്ല, പക്ഷേ ഡിസ്ക്ലോഷർ നോട്ടിൽ മാനേജ്മെന്റ് പറയാണ് കമ്പനി ഗോയിങ് കൺസേൺ ആണ് എന്ന് പറയാണ്. അപ്പോൾ അവിടുത്തെ കൊടുക്കുന്ന ഡിസ്ക്ലോഷർ എന്താണ്, തെറ്റല്ലേ, അല്ല, ഡിസ്ക്ലോഷേഴ്സ് തെറ്റായല്ലോ. അപ്പോൾ എന്തായി, അതൊരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്, അതുപോലെ പെർവാസീവ് ആണ്. ക്ലിയർ? അതേ സമയത്ത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പെർവാസീവ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, എന്ത് ഒപ്പീനിയനാണ് കൊടുക്കേണ്ടത്, ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ് ആൻഡ് ദ പാരഗ്രാഫ് വിൽ ബി അഡ്വേഴ്സ്. ക്ലിയർ ആണല്ലോ? അതേസമയത്ത് രണ്ടാമത്തെ കേസ് ഓക്കെ, ഡിസ്ക്ലോഷേഴ്സ് ഇനാഡിക്വേറ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്. ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തത് കറക്റ്റ് ആണ്, പക്ഷെ എന്തല്ല, കംപ്ലീറ്റ് അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷെ എന്തല്ല, പെർവാസീവ് അല്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഒപ്പീനിയന് മോഡിഫൈഡ് ആയിരിക്കും, അതുപോലെ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ക്വാളിഫൈഡ് ഒപ്പീനിയൻ. കണ്ടോ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് പലതവണ. ഓക്കെ, ക്ലിയർ? ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, റോങ് എഫ് എസ് പ്രിപ്പറേഷൻ ബേസിസ്. എഫ് എസ് പ്രിപ്പറേഷൻ ബേസിസ് തെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഗോയിങ് കൺസേൺ ബേസിസിൽ എഫ് എസ് പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ എഫ് എസ് പ്രിപ്പയർ ചെയ്ത ബേസിസ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, രണ്ടും മിസ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആണ്, അതുപോലെ പെർവാസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഒപ്പീനിയൻ വിൽ ബി മോഡിഫൈഡ്, ഒപ്പീനിയൻ പാരഗ്രാഫ് വിൽ ബി അഡ്വേഴ്സ്. ക്ലിയർ ആണല്ലോ? അതേപോലെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഡിസ്ക്ലോഷേഴ്സ് ഇൻകറക്റ്റ് ആയിക്കോട്ടെ ഇൻകംപ്ലീറ്റ് ആയിക്കോട്ടെ, ഡിസ്ക്ലോഷേഴ്സ് ഏത് ഡിസ്ക്ലോഷേഴ്സ് ആയിക്കോട്ടെ, ഏത് ഡിസ്ക്ലോഷേഴ്സ് ആയിക്കോട്ടെ, അത് ഗോയിങ് കൺസേൺ എന്ന് മാത്രമല്ല, ഏത് ഡിസ്ക്ലോഷേഴ്സ് ആയിക്കോട്ടെ, അത് ഇൻകംപ്ലീറ്റ് ആയിക്കോട്ടെ ഇൻകറക്റ്റ് ആയിക്കോട്ടെ, എന്തായിരിക്കും, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ബൈ നേച്ചർ. ബൈ നേച്ചർ നമ്മൾ എന്താണ്, ഇത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്താണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ക്ലിയർ?